ചില ആൾമാര് ഇനി എത്ര ക്വാളിറ്റി ടൈം അങ്ങോട്ടേക്ക് സ്പെൻഡ് ആക്കിയെങ്കിലും ഇനി അങ്ങോട്ടേക്ക് സുഖത്തിൽ അങ്ങ് തെച്ചെങ്കിൽ പോലും ഒരു വലിയൊരു ബോഡി ലാംഗ്വേജിൽ അത് ഇതിലുള്ള വലിയൊരു എക്സ്പ്രഷൻ കാണില്ലേ. അങ്ങനെ ഫീലായ കുറെ ആൾമാരല്ല ഇപ്പൊ അറിയുന്നില്ല അല്ലേ. അത് എന്തൊരു കാരണമായിട്ടിക്കോ അതിർത് എന്ത് പഠിച്ചെങ്കിലാ റെഡിയാ നീങ്ങ ഓക്കെ. അതിന് ഞങ്ങൾ പഠിക്കുള്ളത് അവളുടെ ലവ് ലാംഗ്വേജ് സ്നേഹത്തെ ഭാഷ എന്തിരല്ല ക്വാളിറ്റി ടൈം അല്ലാണ്ട് നമുക്ക് ಗೊತ್ತೈತೆ. അവൾക്ക് ചിലപ്പോ എന്തിനായിട്ടേക്കോ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയെങ്കിലാ നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് ട്രാവലിംഗ് പോയെങ്കിലാ അല്ലെങ്കിൽ എപ്പെങ്കിലും ഏതാ ഒരു വിഷയത്തില് ഏതാ ഒരു ഇതിനിടയില് അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാമാന അത് പർദ്ദാവൂ അല്ലെങ്കിൽ ചുടുദാരിയാവൂ അല്ലെങ്കിൽ എന്തോ ഒരു തിന്നര സാമാനാവൂ റൈറ്റ്. അങ്ങനെയുള്ള ഒരു സാമന്ത് നല്ല ഒരു പാക്ക് ആക്കിയിട്ട് നല്ല പാക്കെല്ലാം ആക്കിയിട്ട് അവളുടെ കയ്യിൽ കൊടുത്തെങ്കിൽ ഓ മൈ ഗാഡ് അവളുടെ ആ ഒരു ടൈമിലുള്ള ഒരു എക്സ്പ്രഷൻ നോക്കണു, ഒരു കെട്ടിപ്പിടുത്തം നോക്കണു, ഒരു കിസ്സിങ്ങും നോക്കണു. ഓ മൈ ഗാഡ് അതിലെ അർത്ഥം ഏത് ഇതിരെ സ്നേഹത്തെ ഭാഷയത് ഗിവിങ് ഗിഫ്റ്റ്സ്. ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടിക്കറ് ഓൾഡ് എന്തൊരു ലവ് ലാംഗ്വേജ്. അപ്പൊ ഓൾഡ് സ്നേഹത്തെ ഭാഷയത് ഗിഫ്റ്റ്. അങ്ങനത്തെ ആൾമാരോട്ടിക്ക് കുറെ ടൈമു അങ്ങനെ ഇങ്ങനെ ലട്ടാപ്പട്ടാണ്ട് കുറെ ക്വാളിറ്റി ടൈമു സ്പെൻഡ് ആക്കിയിട്ടും കാര്യമില്ല. അങ്ങ് ചെറിയ ടൈം അങ്ങോട്ടേക്ക് സ്പെൻഡ് ആക്കിയെങ്കിലും ഇങ്ങനത്തെ ഇതിൽ എല്ലാത്തിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നല്ല നല്ല നാള നല്ല നല്ല ഓർക്കിற നാള അങ്ങനത്തെതല്ല കുറെ എള്ളിക്കിറങ്ങി. അപ്പൊ ആ ഒരു ടൈമിലും ചിലപ്പോ ഈ സാമാന് ഒരു 15 രൂപ ഒരു 1500 രൂപ അത് വ്യത്യസ്ത റേറ്റ് ഉള്ളതായിരിക്കും. എന്നെങ്കിലും അങ്ക് ഈ ഒരു മാപ്പിളരുടെ ഭാഗത്തിൽ ഇങ്ങനെ അങ്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലേ അത് ചൊന്നിട്ട് പ്രയോജനമില്ലാണ്ടല്ലേ. അത് അത്രയും ഒരു ആ ലവ് ലാംഗ്വേജ് കിട്ടിയപ്പോ ടച്ചായപ്പോ അങ്ങനെ ഇടയിൽ ആ കിട്ടിയ ഒരു ഏത് ഹാർമോണു ഡൊപ്പാമിൻ ചൊല്ല ഒരു ഹാർമോൺ ആയിട്ടിരിക്ക ലവ് ഹാർമോൺസ് ആയിട്ടിരിക്കുന്നത്. ആ ഒരു ഹാർമോൺസ് അങ്ങനെ ഉൽഗത്തിൽ നല്ല പമ്പിങ് ആയിട്ട് അതില് കിട്ടേ ഏത് ഈ ഗിഫ്റ്റ് അത് ഇങ്ങനത്തെതെല്ലാം കൊടുക്കുമ്പോ. അപ്പോ അങ്ങനത്തെ ആൾമാർക്ക് ഞങ്ങ ഇതൊന്ന് ഇടയ്ക്കിടക്ക് അത് വലിയ സാമാൻ ആവണിട്ടെന്തില്ലാവാ അതായിട്ട് ഒരു 15 രൂപത്തെ തേങ്ങ ആവൂ അതൊരു നല്ല പാക്ക് ആക്കിയിട്ട് തെല്ലിങ്ങനെ ആക്കിയിട്ട് കൊടുത്തെങ്കിലും വാ ഓ മൈ ഗാഡ് ഓക്കെ. അപ്പൊ ഇത് എല്ലാം നനച്ചുള്ളത് ഇപ്പൊ ഇത് രണ്ടാമത്തെ ലവ് ലാംഗ്വേജ് ആയിട്ട് എന്തൊരു ഒന്നാമത്തെ നച്ചൊന്ന് ക്വാളിറ്റി ടൈം ഇന്നാലത്തെ ലൈവില് നല്ല ಅದರ ನಾನೆಂದ್ರೆ ನಿಂಗೆ ತന്നിಟ್ಟಿಂದು. രണ്ടാമത്തത് ഞാൻ എന്റെ ചൊന്ന എന്തൊരു ഗിവിങ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇയാൾക്ക് നേരെ പണിയില്ല. ഇത് മാപ്പിളമാരെ 8 മണിയാക്കി പറ്റിയുണ്ട് അതല്ലാവാ ഇത് ഗിഫ്റ്റ് ചൊന്നിട്ട് വലിയ വലിയ ഇത്ര വലിയ ഏത് മുത്തരമാല അതല്ലെങ്കിൽ വലിയ വലിയ ಬಂಗಾರಂ ಬೆಲೆ 6000 രൂപ ഈ പല ക്ലാസ് കേട്ടെങ്കിൽ ആവല ചൊന്നിട്ടു അതല്ല ഞാൻ ചൊന്ന ഗിഫ്റ്റ് ಬಂಗಾರ ಮಾಲಮೆ ಆವಣು ಮುತ್ತೆ ಆವಣು ಅದೇ ಆವಣು ಇದಾವಣುಂಟೆಂದು ಇಲ್ಲ. അത് കൊടുക്കുന്ന ആ ഒരു മൂമെന്റ്സ് ആയിട്ടിക്കറ അവിടെ മോർ ഇമ്പോർട്ടൻസ്. സാമാന്യ ഏതുമാവട്ടെ ഇതിപ്പോ കിരീട്ടാണ്ട് ചൊല്ലേ ചിലപ്പോ അത് എന്തിനായിട്ടിക്കരു ബിദിറുരെ സാമാനായിട്ടിക്കു ഏത് ബെക്കറ കിരീട്ടരുത് ಅದಕ್ಕಲ್ಲ ಅದೆಲ್ಲ ಚಿಲಪ್ಪ ചെറിയൊരു ಅಮೌಂಟ್ അത് തീർന്നിട്ടിക്കു. ബട്ട് ആ ബെക്കുമ്പത്തും ആ കിരീട്ട ബെക്കുമ്പത്തുള്ള ആ ഒരു മൂമെന്റ്സ് ഉണ്ടല്ലേ ആ ഒരു ടൈം ഉണ്ടല്ലേ അതായിട്ടിക്കറ മോർ ഇമ്പോർട്ടന്റ്. അതായിട്ടിക്ക ഞാൻ ഇതിലും ചൊന്നെന്തര് സാമാന് അത് ഇത് കള്ള അവിടെ ഇമ്പോർട്ടന്റ്. ആ കൊടുക്കര ആ ഒരു
ടൈമുകു ആ ഒരു ರೀತಿಗೆ ഇട്ടിക്കറ് മോർ ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് കിട്ടിയെങ്കിൽ ഓ മൈ ഗാഡ്, ചിലപ്പോ അത് നല്ല ന്യൂ കപ്പിൾസ് അല്ലായെങ്കിൽ മോർ പാറലായിട്ടിക്കും മേലുകൾ. ഓക്കെ റൈറ്റ്. അപ്പൊ ഇത് അപ്പറ ഇപ്പറ അർത്ഥാക്കിയെങ്കിൽ നല്ലേ. അപ്പൊ അത് എത്ര വലിയ സംതിങ് അങ്ങ് മൂഡായിട്ട് അതായിട്ടിക്കുമ്പത്ത് പോലും ഇടയ്ക്ക് ഇങ്ങനത്തെതെല്ലാം കൊണ്ടുവരും. അങ്ങെന്താ പറയാറ്, ഒന്നുകൂടി റീചാർജ് നല്ല പണ്ട്. ഇതിലൂടെ ഫാമിലി ചന്തത്തില് ഹാപ്പിയിലായിട്ട് നമുക്ക് പോകും ആ ഒരു റൈറ്റ്. അപ്പൊ ഈ ഒരു ലവ് ലാംഗ്വേജും സ്നേഹത്തെ ഭാഷയും ഞങ്ങൾ അർത്ഥാക്കിട്ടിരുന്നെങ്കിൽ ഇങ്ങനത്തെ ലവ് ലാംഗ്വേജ് ഉള്ള ആൾമാരിൽ നമുക്ക് എൻജോയ് ആക്കിട്ട് പോവാം. റൈറ്റ്. അപ്പൊ ഇതില് രണ്ട് ലവ് ലാംഗ്വേജ് ആയിട്ട്, ഒന്ന് ഗിഫ്റ്റ് എന്തൊരു ക്വാളിറ്റി ടൈം ആയിട്ട്, രണ്ടാമത്തത് ഗിഫ്റ്റ് ആയിട്ട്. ഇനിയിപ്പോ മൂന്നാമത്തെ ഒരു ലവ് ലാംഗ്വേജ് ഉള്ള ആൾമാരിക്കാറ് ഏത്, ആക്ട് ഓഫ് സർവീസ്. ഔത്തര പണിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ഔത്തു പണി അത് ഇതെല്ലാം കുറെ അതിരെ അടുപ്പുകാരുടെ പണിയിലാവട്ടെ, അതേഴ്സ് ഏതൊരു പണിയിലാവട്ടെ, ഇങ്ങനൊട്ടിക്ക് നിങ്ങൾ കൂടിയിട്ട് കൊടുക്കണം. അതെല്ലാം നല്ല വിഷയമേ. അതെല്ലാം മാപ്പിളായ ആൾമാർക്ക് ഞങ്ങക്ക് ಬೇನಾയ ഒരു സാമാനായിട്ടിരിക്കും. ಅಪ್ಪೈಟಿಕ್ಕರು ಎಂದರೆ ಗೊಂತವ್ರು ಎಂದರೆ ಓ ಅಡುಪುಗಾರಲ್ಲಿ ನಂಗೆ ಬೆರ್ದೆಗಲ್ಲ ನಂಗೆಲ್ಲ ಇದ್ರೆ ಸುಪ್ರತ್ತ ಮುಂದೊಳ್ಳು ನಂಗೆಲ್ಲ ಟೇಬಲ್ಗೆಲ್ಲ ಬಂಡೆ ಇದೆಲ್ಲ ಹಾಕೋಗಿ ಇತ್ತರ ಕಷ್ಟ ಉಂಟು ನಂಗೆ ಅಪ್ಪನೇ ಗೊಂತವ್ರು. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ജന മക്കം കൂടി ഇന്നെങ്കിലും പിന്നെ കറക്റ്റ് കൊന്തോവും. അതിൽ ചില പെണ്ണിങ്ങ ചൊല്ലാറ് എന്തൊരു നീங்க ஒரு நாள் விட அவுத்து தக்கோரும், நான் ஒரு நாள் பணிக்கு போயிட்டு காட்டுறேன். പണിക്ക് പോടുണ്ടേ ഇല്ല പെണ്ണ് അവിടെ ഒരു നാള് ഈ മാപ്പിളായവണു ഔത്ത് തെച്ചെങ്കില് കറക്റ്റ് കൊന്തവരു. ആ റബ്ബേ, ഓൾക്ക് ചെറിയത്തെ സല്യൂട്ടല്ല, ഇന്ന് വലിയ സല്യൂട്ടേ ഓൾക്ക് കൊടുക്കണു. കാരണം കൂടെ എന്തൊരു കാവലിക്ക് അപ്പ ബീത്തിട്ട് പണ്ടാവ് കൂടെക്ക് ഡബിൾ പിടുറേ അದ್ರ ಅವಡೆಗೂ ಓಡೋನು ಊಡಗೂ ಓಡೋನು ಅವಡೆಗೂ ಓಡೋನು. അതിനിടയ്ക്ക് ಬೆಲೆ ಮೊಂಡದ್ರ ಸ್ಕೂಲ್ಗೂ ಬರ್ತಾಕರೆ ಟೈಮೂ ಇರು ನಂಗಮ್ಮ ಇಪ್ಪೊಮ್ ഇതിലെ ഉള്ളವು. അത് ഞങ്ങൾ ഇസ്ലാമിക് സൈക്കോളജി കൂടി ഞങ്ങൾക്ക് അതിലൊന്നു ജസ്റ്റ് പഠിക്കരുത്. നല്ല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു ജീവിതം അവിടെ അങ്ങനെ പെഞ്ഞായിമാരൊട്ടിയും അങ്ങനെ മക്കളൊട്ടികയും ആ ഒരു പോയ ആ ഒരു രീതി അല്ലേ. അതായത് ഏത് ചപ്പാത്തിര് മാവ് അത് ഇതെല്ലാം സ്വന്തമായിട്ടേ എന്തിനാക്കിക്കൊണ്ടിന്ത് റെഡിയാക്കിട്ട് കൊടുത്തോണ്ടിന്ത് കറി ആവട്ടെ അതുക്കുള്ളേ ഏത് സാമാനാവട്ടെ എല്ലാം റെഡിയാക്കിട്ട് കൊടുത്തോണ്ടിന്നിട്ട് ഇസ്ലാമിക് സൈക്കോളജി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു ജീവിത ചരിത്രത്തിൽ ഞങ്ങൾ പഠിച്ചെങ്കിൽ അത് എല്ലാം വ്യക്തമായിട്ട് ഓരോന്നും അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പ്രകടനാക്കിക്കൊണ്ടിട്ട് ഞങ്ങൾക്ക് ആ ഒരു ഇസ്ലാമിക് സൈക്കോളജി നോക്കുമ്പോൾ എല്ലാം ಗೊತ್ತಾവും. അതേപോലെ മേറ്റിക്കര് ഞങ്ങളതിൽ ഏത് ഒരു മാപ്പിള പെഞ്ഞായാകുമ്പോ അപ്പറിപ്പറ ഞങ്ങ അർത്ഥാക്കിട്ട് ജീവിക്കുമ്പോ ചില ആൾമാര് ലവ് ലാംഗ്വേജ് അതായിട്ടിക്കര് സ്നേഹത്തെ ഭാഷണ എന്തൊരു നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കോറു, നിങ്ങൾ ക്വാളിറ്റി ടൈം കൊടുക്കോറു, എന്ത് കൊടുത്തിട്ട് നിങ്ങൾ അങ്കൊരു വലിയൊരു എന്തരാവലെ എൻജോയ് അതില് ആ ഒരു എക്സ്പ്രഷൻ അത് ഇതാക്കുകയെന്ന് നമുക്കാവലെ. ചിലപ്പോ അങ്ങനൊട്ടിക്ക് പോലെ ചെറിയ ചെറിയ പണിയില് ഇതിപ്പോ കറിയാക്കുമ്പോ നീരിൽ മുറിച്ചിട്ട് കൊടുക്കരേ, ടൊമാറ്റോ തർക്കാരി അങ്ങനത്തെ ഇങ്ങനത്തെല്ലാം മുറിച്ചിട്ടെല്ലാം ഇങ്ങനെ കൊടുക്കരേ. ഇനി മീൻ എന്നെങ്കിൽ മീനെല്ലാം കറക്റ്റ് തെല്ലാം മുറിച്ചിട്ട് പഠിക്കരേ. നാണെങ്കിൽ ഇടയ്ക്ക് ഡയലോഗായിട്ട് ചൊല്ലുണ്ട് ഈ ഞങ്ങളെ ഈ ബാലക്കാർ ഇതെല്ലാം പറഞ്ഞത് ചിലപ്പാ മീൻ മുറിച്ചോകൂ അത് ഇതെല്ലാം പഠിച്ചിറോറപ്പാ കറി ചോറു എന്തെങ്കിലും ആക്കൂ പഠിച്ചിറോറു ഇന്നലെ നിങ്ങക്ക് പട്ടിണിയാവും. വെറുതെ ഡയലോഗ് ചൊല്ലാവോ ഇത്. കാരണം എന്ത് ചിലപ്പോ ആ ഒരു ടൈപ്പിലുള്ള ഹെൽപ്പും ഞങ്ങ ആക്കണ്ട് പറു ആറുക പെഞ്ഞായിമാറുക
ചൊന്നെങ്കിൽ പെഞ്ഞായിമാർ എപ്പം ഒരേ പോലത്തെ ബോഡിയില് എല്ലാ ടൈമും ഒരേപോലെ ഇക്കില്ല അങ്ങനെ ഇമോഷണലി അങ്ങനെ ബോഡിയില് ടെക്നിക്കലി ഇഷ്യൂ അത് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കരുത്. ആ ഇടയ്ക്കെല്ലാം വന്നെങ്കിൽ ഈ ഇടയ്ക്ക് ഞങ്ങൾക്കും ഇത് അടുപ്പുകാരക്ക് പോണ്ടി വരും. ആറ് ഈ പ്രസിഡന്റ് പോണ്ടി വരും, സെക്രട്ടറിക്ക് സാറിന്നില്ലെങ്കിൽ അല്ലേ. അപ്പൊ അതെല്ലാം ഞങ്ങൾ ഒന്നൊന്നത്തെല്ലാം പഠിച്ചിട്ട് വെക്കരുതല്ല. നല്ല അത് മീൻ മുറിക്കരുതാവട്ട്, അത് നീരിൽ മുറിക്കരുതാവട്ട്. നീരിൽ മുറിച്ചിട്ട് എനിക്ക് കൈ കണ്ടാക്കിയാണ് ബെറെല്ലാം കണ്ടാക്കിയിട്ടുണ്ടാവും. അതല്ല ആ ഒരു ടൈപ്പിലുള്ള ഹെൽപ്പിംഗ് വനിതകൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് അർത്ഥാവുന്നുണ്ട് കാണുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്പിലുള്ള ആർട്ട് ഓഫ് സർവീസ് അതായിട്ട് ചില മക്കൾ ഏത് ലവ് ലാംഗ്വേജ് ചില ആൺമക്കളുടെ അതിക്കരുത്. അത് ഏത് നേരെ തിരിച്ചിട്ട് അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ഏത് ഡ്രസ്സ് അത് ഇതൊക്കെയല്ല കറക്റ്റ് ടൈം ടു ടൈം ഇസ്തിരിട്ടിട്ട് വെക്കറ്. അത് അങ്ങനെ പോണ്ട ടൈം ആകുമ്പോ അങ്ങനെ ഡ്രസ്സ് ആവട്ടെ, അങ്ങനെ താക്കോലാവട്ടെ, അങ്ങനെ ബാഗ് ആവട്ടെ, അങ്ക് ബേനായിട്ടുള്ള മെറ്റീരിയൽസ് അത് ഇതെല്ലാം ഇങ്ങക്ക് ബേനായിട്ടുള്ള ആ ഒരു ടൈമിൽ ഒരുങ്ങിട്ട് ഇങ്ങനെ ഒരു സർവീസ് ഇപ്പുറത്തേക്ക് റെഡി ആവും പെഞ്ഞായി. അത് അപ്പുറം വിക്കറ്. ഈ ലവ് ലാംഗ്വേജ് ഒന്നെങ്കിൽ വെറും പെഞ്ഞായിമാർ മാത്രമല്ല ആവാം, അത് ആണികൾ വിക്കറ് പെണ്ണിങ് കേൾക്കറ്. അതൊരു അപ്പുറത്തിപ്പുറത്ത് ജന്റെ അർത്ഥാക്കിയിട്ട് പോകേണ്ടതായിട്ട് ലൈഫ് റൈറ്റ്. അപ്പൊ ഇതില് ആർട്ട് ഓഫ് സർവീസില് അപ്പൊ അതില് അടുപ്പക്കാരുടെ വിഷയത്തിലാവും, തുണി മടക്കി വെക്കുന്ന വിഷയത്തിലാവും, അല്ലെങ്കിൽ തുണി ഓഷിക്കിടുന്ന വിഷയത്തിലാവും. ചെറിയ ചെറിയ ഇതില് ഇങ്ക് കിട്ടുന്ന ഒരു എനർജി ആരെങ്കിൽ പെഞ്ഞായിമാർക്ക് കിട്ടുന്ന എനർജി അത് വലിയൊരു എനർജി ആയിട്ടിക്കറ്. അപ്പൊ ഇതും ഞങ്ങ അർത്ഥാക്കിയെങ്കില് നല്ലേ. കാരണം ഈ ഒരു ആർട്ട് ഓഫ് സർവീസ് ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചെറിയ 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 വിഷയത്തിൽ ഞങ്ങൾ കൂടി കൊടുക്കുമ്പോ അങ്ങ് ഭയങ്കര ഹാപ്പി. ഞങ്ങളൊട്ടിക്ക് ചിരി വേണ, കളി വേണ, എന്ത് വേണമെങ്കിലും അങ്ങനെ ഞങ്ങളൊട്ടിക്ക്. അപ്പൊ അങ്ങനെയല്ല ഇന്നെങ്കിൽ ഫുഡിന്റെ ടേസ്റ്റും കുറെ കൂടും. എന്നതല്ലെങ്കിൽ ഇത്ര ഡബിൾ ഫുഡ് ഇത്ര ഇതാക്കറ് ഒന്നും ആ തൊട്ടിയിലത്തെല്ലാം ആട്ടവും ഇത് കഴിക്കുന്ന മൈലാക്കി വെക്കറ്. ഈ ഒരു ടൈപ്പിലുള്ള മൂടെല്ലാം വന്നെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഇക്കും അല്ലേ അല്ലേ. ഓക്കെ, അപ്പൊ ഇതിലുള്ള ആ ഒരു ടൈപ്പില് ഞങ്ങൾ അർത്ഥാക്കിയെങ്കിൽ അവളുടെയും കൂടി ഞങ്ങൾ അർത്ഥാക്കിയിട്ട് ചെറിയ ചെറിയ വിഷയത്തിൽ ഞങ്ങൾ ഒരു ഹെൽപ്പിങ്ങും ആ ഒരു ടൈപ്പിലുള്ള സർവീസും ഞങ്ങൾ ഒട്ടിക്ക് കൂടി കൊടുത്തിട്ടു ആ ഒരു ടൈപ്പിലുള്ള ഞങ്ങൾ ആക്കിയെങ്കിൽ ഓ മൈ ഗാഡ് ഞങ്ങളെ ഫാമിലി ഞങ്ങൾക്ക് ചന്തത്തിൽ എൻജോയ് ആക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാം. ലവ് ലാംഗ്വേജില് എത്രയായിട്ട് 3 ആയിട്ട് ഞങ്ങൾ ഓക്കെ. ഒന്നാമത്തേതായിട്ട് ഞങ്ങൾ ക്വാളിറ്റി ടൈം ഞങ്ങൾ ഡിസ്കഷൻ ആക്കുക. രണ്ടാമത്തേത് ഗിവിംഗ് ഗിഫ്റ്റ്സ്. മൂന്നാമത്തേത് ഏത് ഇപ്പൊ ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയത് ആർട്ട് ഓഫ് സർവീസ്. അപ്പറിപ്പറ അകലെ പണിയിലും പാപ്പിലറുതിലാവട്ടെ ഇത് പെഞ്ഞായതിലാവട്ടെ അപ്പറിപ്പറ കൂടി കൊടുക്കാൻ ചൊല്ല് ആ ഒരു ലവ് ലാംഗ്വേജും ചില ആൾമാരിലേക്കറ്. അപ്പൊ ഈ ഒരു 3ഉം ഞങ്ങൾ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആക്കാം. നാലാമത്തേത് ഏത് ചെന്നിട്ടു നാളത്തെ ലൈവിൽ നമുക്ക് കാണാം. നൈസ് ടു മീറ്റ് യു. സേ അഗൈൻ.